അതെ, ഈ ഭദ്രം വെറുതെ പറയുകയല്ല, ഭൂമിയുടെ നിലവാരം നോക്കി വില പറയണം. ഇപ്പോ ശവപ്പറമ്പിന് പോലും ലക്ഷങ്ങള്. ആ സ്ഥിതിക്ക് നമ്മൾ കണ്ട ഭൂമി അത്ര മോശമൊന്നുമല്ല. ഇതാ നമ്മൾ തമ്മിലുള്ള പ്രശ്നം. മണ്ണ് പണത്ത് നോക്കി വില പറയാൻ പെരുന്തച്ഛന് തായ് വഴി പിറന്നവരാരും ആലത്തൂരിലില്ല. പിന്നെ നാട്ടുകടപ്പ് അനുസരിച്ചുള്ള വില അതെന്തായാലും കൊടുത്തേക്കാം. ഇത് നമ്മുടെ കല്യാണിയല്ലേ? ശിവ ശിവ, എന്താ ഒരു മാറ്റം! തീരെ ചുക്ക് ചുളിഞ്ഞല്ലോ കല്യാണിയെ. എന്റെ ആലത്തൂര് കാർന്നോരെ, പല്ല് കൊഴിഞ്ഞ് സ്വർണം കെട്ടിയാലും എടുത്തു പൊക്കാൻ ആശാരിയുടെ വടി തന്നെ വേണം. ഭദ്ര, അതവള് നമുക്കിട്ടൊരു പഴയ താങ്ങിതാ. ആലത്തൂരിലെ അടുക്കളക്കാരിയല്ലായിരുന്നു അവള്. ഇരിക്ക. ആലത്തൂരിന്ന് എല്ലാവരും ഇനി വരുമെന്ന് കരുതിയില്ല. അങ്ങനെ വെച്ചാ സദ്യവട്ടങ്ങളൊക്കെ ആവായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. കാവും ഭാഗത്തെ സ്ഥലം അങ്ങ് കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാ. അപ്പോ വിവാഹക്കാര്യവും സംസാരിക്കാലോ. അതേതായാലും നന്നായി. ഭദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം മുറ പോലെ നടക്കട്ടെ. ഞങ്ങളെല്ലാരും വന്ന് പെൺകുട്ടീനെ ഒന്ന് കാണാം. പെൺകുട്ടിയെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ സുഭദ്രാമ ചെറുപ്പത്തി എങ്ങനെയിരുന്നോ അതേ ചന്തിയും ചന്തോ ഉള്ള പെണ്ണ ഉണ്ണിമായ. മോഹിപ്പിക്കണ ഒരു വശ്യത ഉണ്ടാവണം പെണ്ണുങ്ങൾക്കേ, അല്ലേ ഭദ്ര? ആലത്തൂരെ ആണുങ്ങള് പെണ്ണുങ്ങളെ മോഹിക്കാറുണ്ടെന്ന് ഞാൻ നന്നേ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. ആലത്തൂരെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണോ? ഞാൻ ശ്രീകുട്ടനെ വിളിക്കാം. അവൻ ഉറങ്ങാണ്. കല്യാണി. വേണ്ട സുഭദ്രേ, ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് സമ. ഞങ്ങൾ അങ്ങോട്ട് ചെയ്ത് കണ്ടോളാം. കാണേണ്ട കാര്യമൊന്നുമില്ല, ചെറുക്കം മിടുക്കനാ. അത് ശരിയാ. എന്റെ ചേച്ചി, ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്തുകൊണ്ടും ഇതൊരു നല്ല ബന്ധം തന്നെയാ. എന്താ സ്വത്തുവകകള്! പെണ്ണിനെ കാണാനും തരക്കേടില്ല. ഇനി കഷ്ടിച്ച് ഒരു മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനു മുമ്പ് ഈ കല്യാണം നമുക്ക് നടത്തണം. ഇപ്പൊ കച്ചവടം പറഞ്ഞു വെച്ചേക്കുന്ന കാവുംഭാഗത്തെ 2.5 ഏക്കർ പറമ്പും ഈ പെണ്ണിന്റെ പേർക്കാ വാങ്ങുന്നത്. ഗായത്രി വല്ലാണ്ട് വേദനിച്ചുട്ടോ. ബാലകുട്ടി പോവാ. നീ എന്താ മോളെ കാണിച്ചേ? അവനൊരു വകതിരിവില്ലാത്ത കൊച്ചന. വകതിരിവ്? ആ രൂപം കാണുമ്പോഴേ എനിക്ക് കലി കയറും. ഇനി എങ്ങാനും വെളച്ചിലെടുക്കാൻ എന്റെ അടുത്ത് വന്ന ആ കരണക്കുറ്റിക്ക് നോക്കി ഞാൻ ഒന്ന് പൊട്ടിക്കും. പറഞ്ഞേക്കാം,